നവീൻ ബാബുവിന്റെ മരണം സിബിഐക്ക് വിടാൻ മന്ത്രിസഭാ തീരുമാനം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കും. മന്ത്രിസഭാ യോഗത്തിലാണ് നവീൻ ബാബുവിന്റെ മരണത്തിലെ അന്വേഷണം സിബിഐക്ക് വിടാൻ തീരുമാനമായത്. നവീൻ ബാബുവിന്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകാനും തീരുമാനമായി. ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ നിർണായക മൊഴി നൽകി ഹെഡ്ക്വാർട്ടേഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥൻ. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച കേസിൽ പ്രതികളായ ഗൺമാൻമാർക്ക് തിരിച്ചടിയായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴി. ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചത് പോലീസ് ലാത്തി ഉപയോഗിച്ചല്ലെന്നും ഗൺമാൻമാർക്ക് ലാത്തി അനുവദിച്ചിട്ടില്ലെന്നും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മൊഴി. ഗൺമാൻമാർക്ക് അനുവദിച്ചത് തോക്ക് മാത്രമാണ്. ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസുകാരെ തല്ലാൻ ഉപയോഗിച്ച വടി സ്വന്തമായി വാങ്ങിയതാണെന്നും പോലീസ് മാനുവലിന് വിരുദ്ധമായ വടിയാണ് ഉപയോഗിച്ചതെന്നും ഉദ്യോഗസ്ഥൻ മൊഴി നൽകി. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമായിട്ടും പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ നിന്നും നീക്കാതെ CPM നേതാവ്. പയ്യോളി ഏരിയ സെക്രട്ടറി MP ഷിബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും തുടരുന്നുണ്ട്. പോലീസ് കേസിന് പിറകെ CPM നേതാക്കൾ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. എന്നാൽ 2 വർഷമായിട്ടും MP ഷിബു പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച പരാതിയിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല. യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽഖിഫിൽ 2 വർഷം മുമ്പാണ് പരാതി നൽകിയത്. പരാതി സൈബർ സെല്ലിന് കൈമാറിയെങ്കിലും തുടർ നടപടിയെടുത്തിട്ടില്ല. വീണ്ടും ദുൽഖിഫിൽ DGPക്ക് പരാതി നൽകിയിരുന്നു. ഇക്കാര്യം SIT അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. ഇടുക്കിയിൽ 5 നില കെട്ടിടം ഇടിഞ്ഞു വീണു. നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടമാണ് നിലംപൊത്തിയത്. സംഭവത്തിൽ ആളപായമൊന്നുമില്ല. അപകടം നടക്കുന്ന സമയത്ത് കെട്ടിടത്തിൽ തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ല. പാമ്പനാർ സ്വദേശി ആഗ്നൽ എന്ന ആളുടെ കെട്ടിടമാണിത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇന്ന് കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കേരള തീരത്ത് മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. നാളെ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തെക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്.